ഒരു നാടൊട്ടാകെ മയക്കുമരുന്നെതിരായിട്ട് ഒരു മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. അത് നമ്മളെ കുറ്റിച്ചിറയിൽ തെക്കേപ്പുറം ടാസ്ക് ഫോഴ്സിൻ്റെയും തെക്കേപ്പുറം ജാഗ്രതാ സമിതിയുടെയും ശ്രമഫലമായിട്ടാണ് ഇന്ന് നടന്ന മനുഷ്യച്ചങ്ങല അരങ്ങേറിയത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അണിനിരക്കേണ്ടതാണ്, ആരും കൂടി നിൽക്കേണ്ടതില്ല. ദയവ് ചെയ്ത് ചങ്ങലയ്ക്ക് വേണ്ടി കൈകോർത്താണ് അണിനിരക്കേണ്ടത്. പടവിന് ചുറ്റുമായി മാത്രം അണിനിരക്കുക. റോഡിൽ ആരും നിൽക്കേണ്ടതില്ല. ഒരൊറ്റ ലൈനായി പുറത്തിന് ചുറ്റും വലിയ സ്ഥലമുണ്ട്. നമുക്ക് പുറത്തിന് ചുറ്റുമാണ് അണിനിരക്കേണ്ടത്. വിട്ട് നിൽക്കുക. ആരും തിക്കി നിൽക്കേണ്ടതില്ല. റോഡരികിൽ കൂടി നിൽക്കേണ്ടതില്ല. മനുഷ്യ മതിലല്ല, മനുഷ്യ ചങ്ങലയാണ്. കൈകൾ കോർത്തുകൊണ്ടാണ് നിൽക്കേണ്ടത്. അത് കുളത്തിന് ചുറ്റുമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സൈഡ് വശത്ത് നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. തെക്കേപ്പുറം ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ യൂത്ത് ടാസ്ക് ഫോഴ്സ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യ മതിൽ അല്ല, മനുഷ്യ ചങ്ങലയാണ്. മനുഷ്യ ചങ്ങലയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മിഷ്കാൽ പള്ളി അതേപോലെ തന്നെ ഇതിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും കേന്ദ്രീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള സഹോദരിമാർ CSKയുടെ പിറകുവശം മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തി അവിടെ നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. തെക്കേപ്പുറം ജാഗ്രതാ സമിതിയുടെ യൂത്ത് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ബഹുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അതേപോലെ തന്നെ ലഹരി മാഫിയകൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടുള്ള ആവേശോജ്വലമായ ലഹരി വിരുദ്ധ മനുഷ്യചങ്ങലയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ആദ്യഭാഗം ഇതിന്റെ റിഹേഴ്സൽ ആരോഗ്യത്തിന് മുമ്പ് പോവുകയാണ്.
വരിക വരിക മനുഷ്യസംഘടനയിലേക്ക് നന്ദി ചേർന്നതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. മുഴുവൻ ആളുകളും കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കണമെന്ന് കുറ്റിച്ചിറ കേന്ദ്രമായിട്ടുള്ള ജാഗ്രതാ സമിതി കുറെ മാസങ്ങളായി നമ്മുടെ നാട് കാർന്നുവന്ന ലഹരിക്കെതിരായി വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിന്റെ ഒരു ഘട്ടത്തിലാണ് ഇന്ന് പരിശുദ്ധ റംസാൻ മാസത്തിന്റെ ഈ രാത്രിയിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രക്ഷോഭം, ഒരു സമര നിരക്ക് ഈ മാസത്തെ ഇന്നത്തെ ദിവസം തന്നെ നിലനിർത്തുന്നുണ്ട്. ഇതൊരു പോരാട്ടമാണ്. ആ പോരാട്ടം ഏതെങ്കിലും ഒരു വ്യക്തികൾക്കെതിരായി ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ പോരാട്ടമല്ല. നമ്മുടെ ഓരോ കുടുംബങ്ങളെയും നാടിനെയും സമൂഹത്തെയും ഒക്കെ വലിയ നിലയിൽ അപകടകരമായ നിലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള ലോകത്താകമാനമുള്ള വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയിൽ വലിയ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടോ, രാജ്യത്താകമാനം എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടോ, അതെല്ലാം നമ്മുടെ കേരളത്തിലെയും പട്ടണങ്ങളിലൂടെ അതിവേഗം നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമെന്ന നിലയിൽ കേരളമാകെ ഇത് വലിയ തോതിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പഴിചാരിക്കൊണ്ടോ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടോ നമുക്ക് ഈ ഒരു സമരം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. നമ്മളെല്ലാവരെയും ബാധിക്കുന്നു. നമ്മുടെ ഭാവിയെ തന്നെ, നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ ഭാവിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു വലിയ സാമൂഹ്യ വിപത്തായി മാറിക്കെടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഈ സാമൂഹ്യ പ്രശ്നത്തെ നേരിടാൻ സമൂഹത്തിന് മാത്രമേ സാധിക്കൂ. നിയമങ്ങളും എൻഫോഴ്സ്മെന്റും ഒരുപാട് നമ്മുടെ സംസ്ഥാനം ഈ രണ്ട് കാര്യങ്ങൾക്കും അപ്പുറം ഓരോ കുട്ടികളിലും വ്യക്തികളിലും കുടുംബത്തിലും സമൂഹത്തിലും എവിടെയെല്ലാം ഈ സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിയും, എങ്ങനെയെല്ലാം പ്രതിരോധിക്കാനാകും, ഏതെങ്കിലും ഒറ്റമൂലി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നല്ല. ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിനിയും തുടർന്ന് നടത്താനുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഈ മനുഷ്യച്ചകല. ഈ മനുഷ്യച്ചകല സൃഷ്ടിക്കുന്ന ഒരാശയമുണ്ട്.
ഈ നാടിനെ രക്ഷിക്കാൻ നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ആശയം അത് നമുക്ക് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ മനുഷ്യചകല ഊർജം പകരും എന്നുറപ്പാണ്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കലും ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്ത ഒരു പരിപാടിയല്ല. പക്ഷേ ലഹരി ഈ നിലക്ക് വ്യാപകമായപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യചങ്ങല പരിപാടികൾ നടത്താൻ നമ്മൾ സന്നദ്ധരായി. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസം ജനങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ മക്ക യോജിക്കുന്നവൻ ഏത് തിന്മ ചെയ്യാനും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ലഹരി പാടെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ വിശുദ്ധ ഇസ്ലാമിന്റെ പഠനം നമ്മളെല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവരികയും നമ്മുടെ ഈ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നേതാക്കളെ, നമുക്കറിയാം 2 ആഴ്ചകളോളമായി നമ്മൾ വളരെയേറെ ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് പത്രങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇത് നമുക്ക് തകർക്കാൻ സാധിക്കുള്ളൂ. ആ തകർക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഈ ഏറ്റവും വലിയൊരു വിപത്താണ് ഈ ലഹരിയുടെ ഉപയോഗം. നിങ്ങളെ ഈ വൈകിയ വേളയിൽ ആദ്യം തന്നെ ഞാൻ നേരം വൈകിയത് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ ഒരു മനുഷ്യചങ്ങല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, നമുക്കറിയാം കുറ്റിച്ചിറയിൽ നിന്ന് തുടങ്ങിയ പണ്ട് കാലം മുതലേ എന്ത് സമ്മേളനം മറ്റുമൊക്കെ തുടങ്ങുമ്പോൾ കുറ്റിച്ചിറയിൽ നിന്ന് തുടങ്ങുക. ഇവിടെ തുടങ്ങിയ എല്ലാ പരിപാടികളും വിജയിച്ചിട്ടുണ്ട്. ഇതും വിജയിക്കുമെന്നാണ് എനിക്ക് പ്രത്യാശിക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളോടാ പറയുന്നത്, നിങ്ങൾ ജാഗരൂകരായിരിക്കണം. വീട്ടിൽ നിന്ന് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ആണുങ്ങൾക്ക് കഴിയില്ല, പെണ്ണുങ്ങളാണ് നോക്കേണ്ടത്. അവരുടെ രൂപഭാവത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. ഇപ്പോൾ ഒരു സംജാതമായിട്ടുണ്ട്. ഇത്ര ടൈറ്റായി നടക്കുന്നതുകൊണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വയലന്റ് ആവുന്നുണ്ട്. അത്തരം ആൾക്കാരോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വിമുക്ത ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാകും. ജീവിതമാണ് ലഹരി എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഞാൻ സദാ പ്രയത്നിക്കുന്നതാണ്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടഞ്ഞ് ലഹരി മുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ലഹരി ജാഗ്രതാ സമിതിയുടെ ആത്യന്തികമായ ലക്ഷ്യം കുറ്റിച്ചിറയെ ലഹരി മുക്തമായ പ്രദേശമാക്കി മാറ്റുകയാണ്. ആ പ്രയത്നത്തിലേക്ക് നാം തെക്കേപ്പുറത്തെ ലഹരി മുക്തമാക്കുന്ന പ്രയത്നത്തിൽ നാം എല്ലാവരും പങ്കാളികളാകണം എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ ഒരു വിളി വിളിച്ചപ്പോൾ ഇവിടെ ഓടിയെത്തിയ തെക്കേപ്പുറത്തെ എല്ലാ നിവാസികൾക്കും ജാഗ്രതാ സമിതിയുടെ പേരിൽ നന്ദി പറയുന്നു. അതുകൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ് സാർ, മുഖ്യാതിഥി ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് സാഹിബ്,
മറ്റു മുഖ്യാതിഥികളെ എല്ലാവരും പേര് പറയുന്നില്ല, SK അബൂബക്കർ, മറ്റു നമ്മുടെ വലിയ കാന്തി, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.